നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യം പറയാനുള്ളത് നമ്മുടെ LGS ശനിയാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലയിലേക്കുള്ള LGSന്റെ നമ്മുടെ ഈ പറയുന്ന തൊഴിൽ വീതിയുടെ കട്ട് ഓഫിന്റെ കാര്യം എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ചരിത്രവും ഭരണഘടനയും ഉദ്യോഗാർത്ഥികളെ കാര്യമായി പരീക്ഷിക്കുന്നതല്ല. ഗണിത ചോദ്യങ്ങൾ ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് 14-15 മാർക്ക് നേടാൻ കഴിയുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാത്സിൽ നിന്ന് തന്നെ 3 ചോദ്യങ്ങൾ ഡിലീഷൻ വന്നിട്ടുണ്ട് അല്ലെ. കാര്യം 3 ചോദ്യങ്ങൾക്ക് അതിനകത്ത് ഉത്തരങ്ങളില്ലായിരുന്നു. അതുപോലെ തന്നെ ഒന്നിലധികം ശരി ഉത്തരങ്ങൾ വരുന്ന ഒരു ചോദ്യം ഭരണഘടനയുടെ ഭാഗത്തു നിന്നും വന്നു. അങ്ങനെ PSC പ്രസിദ്ധീകരിച്ച പ്രഥമ ഉത്തര സൂചികയിലും ഏതാനും ഉത്തരങ്ങൾ ആശയക്കുഴപ്പമുണ്ട്. എന്നിരുന്നാലും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലയിലെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 65 മാർക്ക് മുതൽ 73 മാർക്ക് വരെ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലയിലെ പരീക്ഷ എഴുതിയവരുടെ നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്ക് റേഞ്ച് ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്ക് റേഞ്ച് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഫയർമാന്റെ യോഗ്യത വിശദമാക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും ഇത് നല്ലൊരു കാര്യമാണ്. കാര്യം ഒരുപാട് പുതിയ ആൾക്കാർ നമ്മുടെ PSCയിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഒരുപാട് പേര് ഇപ്പോ അടുത്തിന് വരാൻ പോകുന്ന ഡിസംബർ 16-ാം തീയതി, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക, ഡിസംബർ 16-ാം തീയതി ഈ പറയുന്ന ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നാണ് കേരള PSC അറിയിച്ചിട്ടുള്ളത്. അപ്പോ ഈ പറയുന്ന ഡിസംബർ 16-ന് നടക്കാൻ പോകുന്ന ഫയർമാന്റെ പരീക്ഷയിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫയർമാന്റെ യോഗ്യത എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 വിജയമാണ് കേട്ടോ. അപ്പൊ +2 ലെവലാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ അഭിലഷണീയമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. ഇനി പറയുന്ന ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കണം. അത് ഉയരം എന്ന് പറയുന്നത് 165 സെന്റിമീറ്റർ. പട്ടികവർഗക്കാർക്കാണെന്നുണ്ടെങ്കിൽ, വിഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ 160 സെന്റിമീറ്റർ മതി. മറ്റാണെങ്കിൽ 165 വേണം. അതുപോലെ തന്നെ വെയിറ്റ് 50 കിലോഗ്രാം വെയിറ്റ് വേണം. പട്ടിക വിഭാഗത്തിനാണെങ്കിൽ 48 മതി. നെഞ്ചളവ് 81 സെന്റിമീറ്റർ വേണം. അതൊക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നീന്തൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. സ്വിമ്മിംഗ് ടെസ്റ്റ് ഫയർമാൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കഴിഞ്ഞ ഫയർമാന്റെ സ്വിമ്മിംഗ് ടെസ്റ്റ് ഇന്ന് നടക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് ഫയർമാന്റെ സ്വിമ്മിംഗ് ടെസ്റ്റ് നടക്കുകയാണ്. ഇതിനകത്ത് പറയുന്നത് 2 മിനിറ്റിൽ 50 മീറ്റർ എന്നാണ്. 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ നീന്തൽ കുളത്തിന്റെ ആഴം കൂടിയ ഭാഗത്ത് 2 മിനിറ്റ് എന്ത് ചെയ്യണം, വെള്ളത്തിൽ പൊങ്ങി കിടക്കണം. മറ്റേ നിലവെള്ളം ചവിട്ടി നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ 2 മിനിറ്റ് എന്ത് ചെയ്യണം, പൊങ്ങി നിൽക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലില് എന്തുണ്ട്, കുറച്ച് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. 8 ഐറ്റം ഉണ്ട്. അതിൽ 5 ഐറ്റം എന്ത് ചെയ്യണം, പാസ്സാണ്. അപ്പൊ ഇതാണ് ഈ പറയുന്ന ഫയർമാന്റെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഫയർമാന്റെ ടോട്ടൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രിലിംസ് എക്സാമിനേഷൻ ഒന്നും ഉണ്ടാവത്തില്ല, ഡയറക്റ്റ് മെയിൻസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഫയർമാൻ എക്സാമിനേഷന് വേണ്ടി സഹായിക്കുന്നതിന് നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ ഫയർമാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 300 രൂപയാണ് ഈ പറയുന്ന ഫയർമാന്റെ ബാച്ചിലേക്കുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. 996111692972 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത് അതേ നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയക്കുക കേട്ടോ. ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പരും വാട്സപ്പ് നമ്പറുമാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് WCPO ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈവറിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് 700 രൂപയാണ് പേയ്മെന്റ്. ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ, പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്, അതിന്റെ ഓഡിയോ വീഡിയോ ക്ലാസ്സുകളും PDF നോട്ട്സും മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, ഡ്രൈവർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യുക. ഫയർഫോഴ്സിന്റെ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഡിസംബർ 16-ന് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബാച്ചുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഈ പറയുന്ന പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളും അതിന്റെ ക്ലാസ്സുകളും നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 999 രൂപയാണ് പേയ്മെന്റ്. അപ്പോൾ ഏത് ബാച്ചാണ് നിങ്ങൾക്ക്, ഈ പറയുന്ന ഫോഴ്സ് ബാച്ചുകളിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് കണ്ടെത്തിയ ശേഷം ഈ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ KASന്റെ പ്രായപരിധി ഉയർത്തില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞതാണ്, KASന്റെ എക്സാമിനേഷൻ ഒരിക്കലേ നടത്തിയിട്ടുള്ളൂ. എല്ലാ വർഷവും നടത്തുമെന്ന് PSC പറയുകയും ചെയ്യുന്നുണ്ട്.
ഇതുവരെ നടത്തിയിട്ടുമില്ല. ഒന്നാം വിജ്ഞാപനം കഴിഞ്ഞതിന് ശേഷം രണ്ടാം വിജ്ഞാപനം ഇത്രയുമായിട്ടും വൈകുകയാണ് അവിടെ അല്ലേ. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള പ്രായപരിധി ഉയർത്തുന്നില്ലെന്ന് സർക്കാരിന്റെ പരിഗണനയില്ല എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രീം 1ന്റെ വിഹിതം ഉയർത്തുക, പോലീസിന്റെ ഡിവൈഎസ്പി തസ്തികയിലെ കേസിൽ ഉൾപ്പെടുത്തുക എന്നീ വിഷയങ്ങളും സർക്കാരിന്റെ പരിഗണനയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും കേസിന്റെ സെക്കൻഡ് ഫേസിന്റെ എക്സാമിനേഷന്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അതുപോലെ തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ റാങ്ക് ലിസ്റ്റിൽ 463 ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്പെക്ടറിന്റെ ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. സോയിൽ സർവേ ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ 93 പേരുണ്ട്. ICDSന്റെ സൂപ്പർവൈസറിന്റെ 2 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സയന്റിഫിക് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ 53 പേര്. ഫയർമാന്റെ നീന്തൽ പരീക്ഷ 9-ാം തീയതി, ഞാൻ പറഞ്ഞു ഇന്ന് മുതലാണ് ഫയർ ആൻഡ് സേഫ്റ്റിയിലെ നീന്തൽ പരീക്ഷ വരുന്നത്. നമ്മുടെ തൃശ്ശൂരിലെ ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ സർവീസിന്റെ അക്കാഡമിയിലാണ് ഇത് നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ LPST UPSTയിലെ ഷോർട്ട് ലിസ്റ്റിലെ കടുംവെട്ട് നമ്മൾ അറിഞ്ഞതാണ്. LPയുടെ എക്സാമിനേഷൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു, UPയുടേത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ LPയുടെയൊക്കെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ആളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ഓഫ് കൂട്ടുന്ന ഒരു പരിപാടി കൃത്യമായിട്ട് എല്ലാ ലിസ്റ്റിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ പ്രകടമായിട്ടുള്ള ചേഞ്ച് കാണാനായിട്ട് കഴിയുന്ന നമുക്ക് ഈ പറയുന്ന വയനാടിന്റെ ലിസ്റ്റ് വന്നപ്പോഴാണ്. നിങ്ങൾക്കറിയാം വയനാടിന്റെ വയനാടിന്റെ ഇടുക്കിയിലതൊക്കെ ഏകദേശം ഒരുപോലെയാണ് നമ്മുടെ കട്ട് ഓഫുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വയനാടിന്റെ കട്ട് ഓഫ് നോക്കുമ്പോൾ 42 മാർക്കും അതുപോലെ തന്നെ ഇടുക്കിയിലെ കട്ട് ഓഫ് നോക്കുമ്പോൾ 38 മാർക്കുമാണ്. എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഏകദേശം 4 മാർക്കിന്റെ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഈ വയനാട് ഇടുക്കിയിലെ കട്ട് ഓഫുകൾ തമ്മിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആളെ കുറയ്ക്കാന്ന് പറയുന്ന കാര്യം PSC നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആളെ കുറച്ചാലും ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, PSC നന്നായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ നമ്മുടെ HSCയിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. PG ഡിപ്ലോമയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനെതിരെ പരാതി കൊടുത്തിട്ടും എന്ത് ചെയ്തു, അതിനൊന്നും യാതൊരു വിലയില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, HSSTയിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് ഡിപ്ലോമക്കാർക്ക് കൂടി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിലേക്ക് 133 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാറ്റിവെച്ച ഇന്റർവ്യൂ ഡിസംബർ 11 മുതൽ നടക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടറിന്റെ നിയമന ശുപാർശകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റില് 1035 പേരാണ് സബ് ഇൻസ്പെക്ടറിന്റെ നിയമന ശുപാർശകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 13 നിയമനങ്ങളോട് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് സർജന്റെ 118 നിയമനം കൂടി പോകുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധന നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിന്റെയും എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെയും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലേക്ക് 30 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ തസ്തികയോട് വരുന്നുണ്ട്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലേക്ക് 14 തസ്തികകളോട് നിലവിൽ റിപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വനിതാ CPO 29 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബാച്ചില് നമ്മൾ WCPO CPO ബാച്ചുകളോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നിലവിൽ നമ്മൾ IPSCയും CRPC ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, BNS ഭാരതീയ ന്യായ സംഹിതയും അതുപോലെ തന്നെ BNSSന്റെ ക്ലാസ്സുകൾ കൂടിയൊക്കെ ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്ത് നല്ല റാങ്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏത് ബാച്ചാണ് വേണ്ടത്, CPO ആണെങ്കിൽ CPO, എക്സൈസ് ആണെങ്കിൽ എക്സൈസ്, ഫയർമാൻ ആണെങ്കിൽ ഫയർമാൻ, ഡ്രൈവർ ബാച്ച് ആണെങ്കിൽ അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതിയാവും. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കേരള PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന PSCയുടെ പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഇന്റർവ്യൂകൾ, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സയന്റിഫിക് ഓഫീസർ ഉൾപ്പെടെയുള്ള 4 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാർഷിക വികസന വകുപ്പിലേക്കുള്ള സാധ്യതാ ലിസ്റ്റുകൾ വരാൻ പോകുന്നുണ്ട്. ജലഗതാഗത വകുപ്പിലേക്കുള്ള കൂലി വർക്കറുടെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ അഡ്വൈസുകൾ, LGS കൊല്ലത്തിന്റെ അഡ്വൈസ്, LDC മലപ്പുറത്തിന്റെ അഡ്വൈസ്, സ്റ്റാഫ് നഴ്സിന്റെ അഡ്വൈസ്, LDC തിരുവനന്തപുരത്തിന്റെ അഡ്വൈസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ പറയുന്ന CPO, ഫയർമാൻ, ഫയർവുമൻ, എക്സൈസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ ഡ്രൈവർ തസ്തിക, CPO, WCPO ഡ്രൈവർ ബാച്ചുകൾ എല്ലാം കൂടി വരുന്ന നമ്മുടെ ഈ പറയുന്ന പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് വരുന്ന ഫോഴ്സ് 2025 എന്ന് പറയുന്ന ഈ പറയുന്ന ഫോഴ്സിന്റെ കംപ്ലീറ്റ് ബാച്ച് കൂടി നമ്മൾ നിലവിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുക്കുന്ന നമ്പറിലേക്ക് 9961
6927 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഏത് ബാച്ചാണ് വേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഈ സ്ക്രീൻ നമ്മളിപ്പോൾ വീഡിയോ കാണുന്നതിൽ പോസ് ചെയ്ത ശേഷം ഒന്നിലും നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏത് ബാച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.